അവരൊക്കെ വിജയിച്ചിട്ടുണ്ട്. ചില കേസുകളൊക്കെ അങ്ങനെ വിജയിച്ചതായിട്ട് എനിക്കറിയാം. വിജയപ്പെട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ കുട്ടികൾ മിടുക്കരായിട്ട് വളർന്നു വരുന്നു, നല്ല സ്വഭാവത്തിലുള്ള കുട്ടികളായിട്ട് മാറുന്നു. ഇതിൻ്റെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം രക്ഷിതാക്കൾ തന്നെയാണോ, അതല്ല ജന്മസിദ്ധമായിട്ട് എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ? രണ്ടുമുണ്ട്. രക്ഷിതാക്കൾ മാത്രമല്ല, ജന്മസിദ്ധം മാത്രമല്ല, എല്ലാം ഉണ്ട്. അതിനകത്ത് ഒരുപാട്. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ഇത് നമ്മളൊരു ചെടി വളർന്നു വരും പോലെയാണ്. ഒരു ചെടിക്ക് വെള്ളം മാത്രം ഒഴിച്ചാൽ ചെടി വളരില്ല, വളം മാത്രം ഇട്ട് കൊടുത്താൽ ചെടി വളരില്ല, സൂര്യ വെളിച്ചം മാത്രം കിട്ടിയാൽ ചെടി വളരില്ല. അതിനെല്ലാം കൂടിയുള്ള ഒരു എൻവിറോൺമെൻറ്റ് ഉണ്ടാവണം ആദ്യമായിട്ട്. അതാണ് ആ എൻവിറോൺമെൻറ്റിൽ ഇതെല്ലാ ഘടകങ്ങളും ഇൻവോൾവഡ് ആണ്. അതിൽ നല്ല രക്ഷിതാക്കൾ ഉണ്ടാകണം, പക്വതയുള്ള പാകതയുള്ള, ഇതിനെ സംബന്ധിച്ച് കുട്ടികളെക്കുറിച്ച് എന്താവണം. കാരണം രക്ഷിതാവിൻ്റെ വിദ്യാഭ്യാസമല്ല, രക്ഷിതാവിൻ്റെ ഒരു സങ്കല്പം, ഒരു അതിനെക്കുറിച്ചുള്ളൊരു വകതിരിവാണ് ഇതിനകത്ത് വലിയൊരു വിഷയം. തിരിച്ചറിവ് ഉണ്ടാവണം ഒന്ന്. പിന്നെ കുട്ടി ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെ രക്ഷിതാവിൻ്റെ ഒരു സൂക്ഷ്മ നിരീക്ഷണം എപ്പോഴും ഉണ്ടാവണം. ഹെലികോപ്റ്റർ പാരന്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏത് സമയത്തും മുകളിൽ നിന്ന് ഇങ്ങനെ അതാണ് നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ ഒരു അവബോധം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. കുട്ടി എന്താണ്, എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. അതേസമയം കുട്ടിയെ എല്ലാ കാലത്തും ആ കുട്ടിയെ ഇങ്ങനെ പെസ്റ്റർ ചെയ്ത് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നോക്കുകയല്ല, മറിച്ച് കുട്ടിക്ക് അസ്വാസ്ഥ്യം തോന്നാത്ത രീതിയിൽ അതേസമയം കുട്ടിയെ എല്ലാ സമയവും ജാഗരൂകതയോടുകൂടി. കാരണം കുട്ടി വഴിതെറ്റിപ്പോകാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് പഴയ കാലത്തെ പോലെയല്ല. പണ്ടും വഴിതെറ്റിപ്പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഇന്നത് 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുക. എത്ര മടങ്ങാണ്? പഴയ കാലത്താണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് വഴിതെറ്റിപ്പോവും. ഇപ്പം വീട്ടിനകത്ത് ഇരുന്നിട്ട് വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത കുറച്ച് കൂടുതലുണ്ട് നൃത്തം. പുതിയ മൊബൈൽ ഫോണായാലും ശരി, അതുപോലെ നമ്മുടെ ഇൻ്റർനെറ്റ് ആയിരുന്നാലും ശരി, ഇതൊക്കെ നമുക്ക് അനിവാര്യമായ കാര്യങ്ങളാണ്. ഇതിനെയൊന്നും നമ്മൾ ചെറുതായി കണ്ടുകൂടെ. ഇതൊക്കെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ, മുന്നേറ്റങ്ങൾ, ഗുണപരമായ മാറ്റങ്ങൾ നമ്മൾ ചെറുതായിട്ടൊന്നും കാണുന്നില്ല. കാരണം കുട്ടി ഒരു ഇൻ്റർനെറ്റ് ഉണ്ടാകുമ്പോൾ അതിനകത്ത് കുട്ടിക്ക് പഠിക്കാൻ കിട്ടുന്ന സൗകര്യങ്ങൾ ഒക്കെ വളരെ വലുതാണ്. അതിൻ്റെ ഗുണപരമായ മാറ്റത്തെ അംഗീകരിക്കുന്നു. പക്ഷേ ഈ ഗുണപരമായ മാറ്റത്തെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഇത് വരുത്തി വെക്കുന്ന നേരിയ അശ്രദ്ധ ഉണ്ടായാൽ അവിടെയാണ് എൻ്റെ പ്രശ്നം. വളരെ നേരിയ ഒരു അശ്രദ്ധ രക്ഷിതാവിൻ്റെ ഭാഗത്തുനിന്നാവട്ടെ, അല്ലെങ്കിൽ കുട്ടിയുടെ ഭാഗത്തുനിന്നാവട്ടെ, അല്ലെങ്കിൽ മറ്റാരുടെ ഭാഗത്തുനിന്നാവട്ടെ ഉണ്ടാകുന്ന വളരെ നേരിയൊരു അശ്രദ്ധ നമുക്ക് തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ. പഴയ കാലത്തൊക്കെ ഒരു ചെറിയ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ, തെറ്റ് പറ്റിയാൽ ആ കുട്ടിയെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇത് കറക്റ്റ് ചെയ്യാൻ പോലും പാകമല്ലാത്തയിടത്തെത്തിയാൽ മാത്രമേ നമ്മൾ അറിയൂ. പക്ഷെ എൻ്റെ ഒരു ചോദ്യം വെച്ചാൽ 10-17 വയസ്സുള്ള കുട്ടികൾ നെറ്റ് ഉപയോഗിക്കുക, കമ്പ്യൂട്ടർ ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു മുതിർന്ന രക്ഷിതാക്കന്മാർക്ക് ഇതിനകത്ത് എങ്ങനെ ഇടപെടാൻ കഴിയുക? അതിനൊക്കെ ഒരു പരിമിതിയില്ലേ? സ്വാഭാവികമായിട്ടും ഒരാൾ നെറ്റിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ചെന്ന് നോക്കുക, എന്താണെന്ന് നോക്കുക, അതൊക്കെ ഒരു സ്വകാര്യതയിലുള്ള കടന്നുകയറ്റം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരാളുടെ വ്യക്തിത്വത്തെ അല്ലല്ല, അത് നമ്മൾ വെറുതെ തെറ്റായിട്ട് ധരിക്കുകയാണ്. കാരണം ഇപ്പം നമ്മുടെ ഒരു വീട്ടിൽ ഇതിനൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം. ഒരു വീട്ടിൽ എല്ലാത്തിനും ഒരു ചിട്ട ഉണ്ടാവുമ്പോൾ ഇതൊന്നും ഒരു പ്രയാസമല്ല. അതൊക്കെ നമ്മൾ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മളിപ്പോൾ വീട്ടിൽ ടെലിവിഷൻ എവിടെയാണ് വെക്കേണ്ടത്, ടെലിവിഷൻ ഏത് സമയത്താണ് കാണേണ്ടത്, ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ രാവിലെ ഓൺ ചെയ്താൽ അർദ്ധരാത്രി കിടന്നുറങ്ങുമ്പോൾ ഓഫ് ചെയ്തേണ്ട സാധനമാണോ, ഇങ്ങനെ ഓരോന്നിനെ കുറിച്ച് നമുക്കൊരു ഡിസിപ്ലിൻഡ് അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ നമ്മൾ കുറേ കാലം നമ്മുടെ ഇൻ്റർനെറ്റ് കുട്ടിയുടെ മുറിയിൽ അനുവദിച്ചതിന് ശേഷം നമ്മൾ ഒളിഞ്ഞു നോക്കുകയോ അല്ലെങ്കിൽ അവിടുന്ന് എടുത്തിട്ട് പുറത്തു കൊണ്ടുവരികയോ ചെയ്യുമ്പോൾ കുട്ടിയെ സംബന്ധിച്ചുള്ള മാനസികമായിട്ടൊരു പ്രയാസമുണ്ട്. ഇപ്പോൾ ഒരു മിനിറ്റ് 10 വയസ്സ് വരെ ഇപ്പോൾ ഒരു കുട്ടിയുടെ മുറിയിൽ കമ്പ്യൂട്ടറൊന്നും കൊടുത്താൽ വലിയൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് രക്ഷിതാക്ക് മനസ്സിലാവും. ഒരു 10-15 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ അത് ഒറ്റക്ക് കൊടുക്കുന്നത് ദോഷമല്ലേ എന്ന് കരുതിയിട്ട് ആ മുറിയിൽ നിന്ന് മാറ്റും. അതോടുകൂടി ഈ സംഘർഷം വരും തമ്മിൽ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ഒറിജിനൽ തുടക്കത്തിലേ ഉള്ള ഒരു അച്ചടക്കത്തിന്റെ, ഒരു സിസ്റ്റത്തിന്റെ, സിസ്റ്റത്തെയാണ് അച്ചടക്കം എന്ന് പറയുന്നത് അല്ലേ? സിസ്റ്റം ഉണ്ടാവണം വീട്ടിൽ. എല്ലാ വീട്ടിലും ഒരു സിസ്റ്റം ഉണ്ടാവണം. കാരണം അതാണ് സിസ്റ്റം നിന്ന് പോകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഇതുണ്ടാവുന്നത്. അതാണല്ലോ ക്രമവും അക്രമവും. സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ക്രമമാണ്. നമ്മൾ ക്രമത്തിനകത്ത് നിൽക്കലും അതേവസരം സിസ്റ്റം ഇല്ലാതാവുമ്പോൾ അതൊരർത്ഥത്തിൽ അക്രമമാണ്. ക്രമവും അക്രമവും തന്നെ. വളരെ ചെറുപ്പത്തിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ന് വെച്ചാൽ രക്ഷിതാക്കൾക്ക് ഒരു സിസ്റ്റം ഉണ്ടാകണം. മക്കളുണ്ടാവുന്നോ മക്കളില്ലയോ മക്കളുണ്ടോ എന്നുള്ളതല്ല, രക്ഷിതാക്കൾ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആവണം. കാരണം ഒരു രക്ഷിതാവിന് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ രക്ഷിതാവ് ഒരു റോൾ മോഡലായിരിക്കണം. ഇതിൻ്റെ അകത്ത് എനിക്കൊരു സംശയം, ലോകത്ത് ഒരുപാട് സാഹചര്യങ്ങൾക്കൊക്കെ കാര്യങ്ങൾക്കൊക്കെ ട്രെയിനിങ് കിട്ടുന്നുണ്ട്. രക്ഷിതാവാൻ സത്യം പറയുകയാണെങ്കിൽ ഒരു ട്രെയിനിങ് കിട്ടുന്നില്ലല്ലോ. രക്ഷിതാവാൻ ട്രെയിനിങ് കിട്ടുന്നില്ല. പക്ഷെ പ്രകൃതിയിൽ ഒരു ജീവിക്കും അത് രക്ഷിതാവാൻ ഇതില്ല. മനുഷ്യനും യഥാർത്ഥത്തിലില്ല. പക്ഷെ മനുഷ്യൻ കുറേയേറെ ചിന്തിക്കുകയും ഇപ്പോൾ പഴയ കാലത്ത് നമ്മൾ ഒരുപാട് ക്രമീകരണം കുടുംബ സംവിധാനത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്.
പ്രകൃതിയിൽ ഒരു ജീവജാലവും ചെയ്തിട്ടില്ലാത്ത ക്രമീകരണങ്ങളാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ആലോചിച്ച് നോക്കാം. അതാണ് നമ്മൾ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ഒക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയം അതാണ്. ബാക്കി എല്ലാത്തിലും ഉള്ളതുപോലെയല്ല. മനുഷ്യൻ ഒരു 5000 കൊല്ലം മുമ്പത്തെ ഒരു കിളിക്കൂടും ഇന്നത്തെ കിളിക്കൂടും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അന്നത്തെ കാക്ക പെരുമാറിയതും ഇന്നത്തെ കാക്ക പെരുമാറിയതും ഒരുപോലെയാണ്. അന്നത്തെ സിംഹം പെരുമാറിയതും ഇന്നത്തെ സിംഹം അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളനുസരിച്ച് ചില മാറ്റങ്ങളല്ലാതെ അതിൻ്റെ സ്വഭാവത്തിലൊന്നും ഒരു മാറ്റമില്ല. പക്ഷെ ഒരു 25 കൊല്ലം മുമ്പത്തെ ഒരു വീടും ഇന്നത്തെ വീടും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. 25 കൊല്ലം മുമ്പത്തെ നമ്മുടെ വേഷവിധാനവും ഇന്നത്തെ വേഷവിധാനവും തമ്മിൽ അടിസ്ഥാനമാണ്. അപ്പം മനുഷ്യൻ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുക. മറ്റ് പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത നമ്മുടെ എല്ലാ ചരികളിലും അത് ഉണ്ടായിട്ടുണ്ട്. കുടുംബ സംവിധാനത്തിലും ഉണ്ടായിട്ടുണ്ട്. അതാണ് എൻ്റെ സാർ ചോദിച്ച ചോദ്യം. അതാണ് കുടുംബ സംവിധാനത്തെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അവിടെ ഇപ്പം നമ്മൾ കാരണം നമ്മൾ ഫാമിലി പ്ലാനിങ് നടക്കുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നു, കുടുംബ ക്രമീകരണങ്ങൾ ഉണ്ടാവുന്നു. നമുക്ക് നമ്മുടെ മൂത്ത സഹോദരന്മാർ മാതൃകയായിരുന്നു, അവരോടൊപ്പം നമ്മൾ പങ്കുവെച്ചിട്ടുണ്ട് പലതും. ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചത്. ഇന്ന് പല കുടുംബങ്ങളിലും കുട്ടികൾ ഒറ്റയാണ്, ഒറ്റക്കൊറ്റക്കാണ്. ഈ കുട്ടി പങ്കുവെക്കുന്നില്ല. ഈ കുട്ടിക്ക് മറ്റൊരാളുമായിട്ട് പങ്കുവെക്കാൻ അവസരം നമ്മൾ രക്ഷിതാക്കൾ കൊടുക്കുന്നില്ല. അടുത്ത വീട്ടിലെ കുട്ടിയായിട്ട് കുട്ടി മിക്സ് ചെയ്യുന്നില്ല. അങ്ങനെ മിക്സ് ചെയ്യാൻ നമ്മുടെ രക്ഷിതാക്കൾ അവസരം കൊടുക്കുന്നില്ല. അങ്ങനെ ഒക്കെ കൂടി വന്നിട്ട് കുട്ടി ക്ലാസ്സിൽ ചെന്നാൽ ഒറ്റക്കാണ്. അവൻ ലോകം മുഴുവൻ കുട്ടി ഒറ്റക്കൊറ്റക്കൊറ്റക്ക് വരുമ്പോൾ കുട്ടിയിൽ ഒരു തരം അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അല്ല, ഈ കാര്യം സത്യമാണ്. ഇതിന് പകരം വെക്കാനുള്ള കാര്യം വെച്ചാൽ എങ്ങനെയാണ് ഇപ്പോൾ ഒറ്റക്കല്ലാതെ കുട്ടിയാക്കാൻ വേണ്ടി രക്ഷിതാക്കന്മാർക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതും കൂടി പറയണ്ടേ. പഴയ അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയില്ല, കൂട്ടുകുടുംബത്തിലേക്കൊന്നും പോകാൻ പറ്റില്ല. കൂട്ടുകുടുംബത്തെ കുറിച്ചൊന്നും നമുക്ക് ഇനി സങ്കല്പിക്കാൻ കഴിയില്ല. അതിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഇതിന് നമുക്ക് എത്തും കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ അത് കാലത്തിലൂടെ നമുക്ക് പുറകോട്ട് സഞ്ചരിക്കാൻ കഴിയില്ല. ആദ്യത്തെ ഒരു യാഥാർത്ഥ്യതാണ്. കാലത്തിലൂടെ നമുക്ക് യാത്ര പുറകോട്ടല്ല, മുമ്പോട്ടേ പോകാൻ കഴിയും. പക്ഷേ ഈ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് രക്ഷിതാവിനാണ് യഥാർത്ഥത്തിൽ കുറെക്കൂടി കൺസേൺ ആവേണ്ട ഒരു വിഷയം. ഇവിടെ വേണമെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാം. ഇപ്പം വിദ്യാലയങ്ങളിൽ രക്ഷിതാവിൻ്റെ ഒരു തോന്നൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടിയെ സ്കൂളിലേക്ക് അങ്ങ് അയച്ചാൽ എല്ലാ വിഷയം തീർന്നു, എല്ലാ ഉത്തരവാദിത്വം അധ്യാപകൻ്റെ ആണ്, അധ്യാപികയുടേതാണ് എന്നൊക്കെ തോന്നുന്ന ഒരു രീതിയുണ്ട്. അത് ഇപ്പം നമ്മളിത് പറഞ്ഞു വരുമ്പോൾ ഒരുപാട് രക്ഷിതാവിൻ്റെ ബാധ്യതകളെ കുറിച്ച്, ഇപ്പോൾ ഒരു പാരൻറ്റിങ്ങിനെ കുറിച്ച് മാത്രമാണ് അസീസ് സാർ ചോദിക്കുന്നതെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയൊക്കെ എന്ന് പറയണം. കാരണം ഒരു രക്ഷിതാവ് ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന, ഇപ്പം ഞങ്ങളുടെ കമ്മിറ്റിയിൽ ഒക്കെ വരുമ്പോൾ അവിടെയൊക്കെ പല അമ്മമാരും വന്നിട്ട് പറയുന്ന പരിവേദനങ്ങൾ ഞങ്ങൾക്കറിയാം. മക്കള് അവർ അമ്മമാരെ ഏറ്റവും വലിയൊരു സങ്കടം ഒരു കാര്യം, ഞാൻ പറഞ്ഞാൽ എൻ്റെ മക്കൾ അനുസരിക്കുന്നില്ല, ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, അച്ഛൻ പറഞ്ഞാൽ അനുസരിക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇത് ഞങ്ങൾ അത് സൂക്ഷ്മമായിട്ടൊക്കെ അത് അന്വേഷിച്ച് നോക്കുമ്പോൾ ഇതിനകത്തുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ അമ്മയെക്കുറിച്ചിട്ട് മക്കളിൽ റെസ്പെക്റ്റ് ഉണ്ടാവുന്ന രീതിയിലല്ല വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള ഭർത്താക്കന്മാർ പോലും കുട്ടികളുടെ മുമ്പ് പെരുമാറുന്നത്. അച്ഛൻ പെരുമാറുന്നത്. അത് മാത്രമല്ല, ഈ അമ്മമാരും പറയുന്നൊരു വിഷയമുണ്ട്. അമ്മമാരെന്താ പറയുന്നത് വെച്ചാൽ, കുട്ടികൾ എന്തെങ്കിലും വികൃതി കാണിച്ചാൽ അച്ഛൻ വരട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. മൂപ്പർക്കൊന്നുമില്ല, അച്ഛൻ വരട്ടെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സിലൊരു ബോധം വരികയാണ്. ഈ അമ്മയെ അച്ഛനെ അപേക്ഷിച്ചിട്ട് താരതമ്യേന അമ്മക്ക് പ്രാധാന്യം കുറവായിട്ട് കുട്ടിയുടെ മനസ്സിലൊരു ചിത്രം അമ്മ തന്നെ അങ്ങ് വരച്ചു കൊടുക്കുകയാണ്. ആദ്യം അമ്മ തന്നെ അവിടെ തീരുമാനിക്കണം, എന്നത് ചെയ്തു, അത് ചെയ്യാൻ മകനോട് അത് ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് അമ്മ പറയേണ്ടതിന് പകരം അമ്മ പറയുന്നത് അച്ഛൻ വരട്ടെ എന്നിട്ട് കാണിച്ചു തരാമെന്നാണ്. അപ്പോൾ കുട്ടി ഇങ്ങനെ അരണ്ട് നിൽക്കുകയാണ്. അച്ഛൻ വരുന്നത്, അച്ഛൻ വന്നാൽ അടി കിട്ടും, അല്ലെങ്കിൽ ആ വഴക്ക് വരും, ഇങ്ങനെയൊക്കെ വരികയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുടുംബാന്തരീക്ഷത്തെ ക്രമീകരണം. കാരണം ഇന്ന് പഴയതുപോലെയല്ല. അച്ഛനും അമ്മക്കും എല്ലാം നല്ല വിദ്യാഭ്യാസമുണ്ട്. മിക്കവാറും എല്ലാ അമ്മച്ചനമ്മമാർക്കും സാമാന്യ വിദ്യാഭ്യാസം. നമ്മുടെയൊക്കെ തലമുറയിൽ നമ്മുടെ അച്ഛനും രക്ഷിതാക്കൾക്ക് ഉണ്ടായിരുന്ന വിദ്യാഭ്യാസത്തിൻ്റെ 10 മടങ്ങ് വിദ്യാഭ്യാസം നമ്മുടെ ഇന്നത്തെ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പല രീതിയിൽ ഉണ്ട്. ലോകവിവരമുണ്ട്, ഒരുപാട് എക്സ്പോഷർ ഉണ്ട്. പത്രം ഒക്കെ ഇപ്പോൾ എല്ലാ രക്ഷിതാക്കളും പത്രം വായിക്കുന്നു. നമ്മുടെയൊക്കെ തലമുറയിലുള്ള രക്ഷിതാക്കളൊക്കെ പത്രം കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഒരു തലമുറയിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ